നമ്മൾ ശ്രീലങ്കയിലെ സാഹചര്യം കുറച്ചുകൂടി ഗൗരവത്തിൽ നോക്കുകയാണ്. ഇന്ന് പുലർച്ചെയാണ് ഡിറ്റ്വ ചുഴലിക്കാറ്റ് ശ്രീലങ്കൻ തീരം തൊട്ടത്. ചുഴലിക്കാറ്റിനെ തുടർന്നുണ്ടായ ശക്തമായ മഴയിലും പ്രളയത്തിലും ഭൂചലനത്തിലും അവിടെ ഏതാണ്ട് 130-ലധികം പേർ മരിച്ചു എന്നാണ് കണക്ക്. ദുരിതാശ്വാസ സാമഗ്രികളുമായി ഇന്ത്യയുടെ നാവികസേന കപ്പലുകളും വ്യോമസേന വിമാനവും ശ്രീലങ്കയിൽ എത്തിയിട്ടുണ്ട്. ശ്രീലങ്കയിലെ 25 ജില്ലകളിൽ 20ഇടത്തും ചുഴലിക്കാറ്റ് നാശം വിതച്ചു. തലസ്ഥാനമായ കൊളംബോ പ്രളയത്തിൽ ദുരന്തഭൂമിയായി മാറി. കെലാനി ഉൾപ്പെടെയുള്ള നിരവധി നദികൾ കരകവിഞ്ഞൊഴുകിയത് ദുരന്തത്തിന്റെ ആഘാതം വർദ്ധിപ്പിച്ചു. ചുഴലിക്കാറ്റിനെ തുടർന്ന് 300 മില്ലിമീറ്റർ മഴയാണ് ശ്രീലങ്കയിൽ പെയ്തത്. വീടുകളും വാഹനങ്ങളും റോഡുകളും കൃഷിയിടങ്ങളും പ്രളയത്തിൽ ഒഴുകിപ്പോയി. 170-ലധികം ആളുകളെ കാണാതായെന്നാണ് റിപ്പോർട്ട്. നാശനഷ്ടങ്ങൾ ഇനിയും ഏറുമെന്നാണ് അധികൃതർ അറിയിക്കുന്നത്. വലിയ വനസമ്പത്തും കൃഷിയുമുള്ള ശ്രീലങ്കയിൽ നാശനഷ്ടങ്ങൾ ഇപ്പോഴും കൃത്യമായി കണക്കാക്കാൻ സാധിച്ചിട്ടില്ല. മനുഷ്യരെ പോലെ തന്നെ മൃഗങ്ങളെയും പ്രളയം വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട്. ശ്രീലങ്കയ്ക്ക് ദുരിതാശ്വാസ സഹായവുമായി ഇന്ത്യയുടെ എയർഫോഴ്സ് വിമാനങ്ങളും നാവികസേന കപ്പലുകളും എത്തി. ഓപ്പറേഷൻ സാഗർ ബന്ധു എന്ന് പേരിട്ടിരിക്കുന്ന ദുരിതാശ്വാസ പ്രവർത്തനത്തിന്റെ ഭാഗമായി 27 ടൺ സാധനങ്ങളാണ് ഇന്ത്യ ശ്രീലങ്കയിൽ എത്തിച്ചത്. അവശ്യ സാധനങ്ങൾ കൂടാതെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി 80 NDRF സേനാംഗങ്ങളെയും ഇന്ത്യ വിട്ടു നൽകി. അപകട വാർത്ത പുറത്തു വന്നപ്പോൾ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുരന്തത്തിൽ അനുശോചനമറിയിച്ച് രംഗത്തെത്തിയിരുന്നു. സഹായം നൽകിയ ഇന്ത്യക്ക് ശ്രീലങ്കൻ വിദേശകാര്യമന്ത്രി വിജിത ഹെരാത്ത് നന്ദി അറിയിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.